നമസ്കാരം. ദുബായ് ഫ്രെയിംസ് പാർട്ട് 2 സ്വാഗതം. ഇന്ന് ബുർജ് ഖലീഫ, ദുബായ് മാൾ തുടങ്ങിയ സ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. മെട്രോ ട്രെയിനിലാണ് യാത്ര. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ സെൻട്രൽ പോയിന്റ് എന്ന സ്റ്റേഷനിലേക്ക്. ഇതാണ് മെട്രോ റെഡ് ലൈനിൻ്റെ ആദ്യ സ്റ്റേഷൻ. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. നീലവർണ്ണത്തിൽ സൂചിപ്പിച്ചിടത്താണ് ജനറൽ ബോഗിയിലേക്കുള്ള എൻട്രൻസ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ളതാണ് ഈ പിങ്ക് എൻട്രൻസ്. ഞങ്ങൾക്കുള്ള ട്രെയിൻ വരാൻ ഇനി 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഒരു ഫ്രഞ്ച് കമ്പനിയായ കിയോലിസും ജപ്പാനീസ് കമ്പനിയായ മിസ്തുബിഷി ഹെവി ഇൻഡസ്ട്രീസും ചേർന്നൊരു കൺസോർഷ്യമാണ് ദുബായ് മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം ശരാശരി 6,84,000 പേർ ആശ്രയിക്കുന്ന ഈ മെട്രോ സർവീസ് 2009 സെപ്റ്റംബറിലാണ് ആരംഭിച്ചത്. അഞ്ച് ബോഗികൾ വീതമാണ് ഓരോ ട്രെയിനും. ഡ്രൈവറില്ലാത്തതും ഫുള്ളി ഓട്ടോമാറ്റഡുമാണ് എല്ലാ ട്രെയിനുകളും. 2016 വരെ ലോകത്തിലെ ഡ്രൈവറില്ലാത്ത ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്കായിരുന്നു ഇത്. ഇപ്പോൾ ആ സ്ഥാനം MRT സിംഗപ്പൂരിനാണ്. അതീവ ഹൃദ്യമാണ് ഈ ട്രെയിൻ യാത്ര. ദുബായിലെ പ്രധാനപ്പെട്ട പല നിർമ്മാണങ്ങളും ഈ യാത്രക്കിടയിൽ കാണാം. ഇതാണ് ദുബായ് ഫ്രെയിം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം സ്ട്രക്ചർ ആണിത്. ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാൻലിവർ കൺസ്ട്രക്ഷൻ ആണിത്. 300 മീറ്റർ, 235 മീറ്റർ എന്നിങ്ങനെ ഉയരമുള്ള 2 ടവറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 67.5 മീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഏറ്റവും മനോഹരമായ നിർമ്മാണം. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഇതിലേറെ മനോഹരമാണ്. അത് ഇതിനെക്കുറിച്ച് മാത്രമായുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. അമ്പരപ്പിക്കുന്ന നിർമ്മിതികൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവയെല്ലാം തന്നെ വാസ്തുശില്പ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയങ്ങളാണ്. യഥാർത്ഥ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഉത്തമ ഉദാഹരണം. ഞങ്ങൾക്കിറങ്ങാനുള്ള സ്റ്റേഷനായി. ബുർജ് ഖലീഫ ദുബായ് മോൾ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഇതാണ് ബുർജ് ഖലീഫ. ബുർജ് എന്നാൽ ടവർ എന്നതിൻ്റെ അറബ് പദം.
എന്നാൽ ഇന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വാക്കായി മാറിയിരിക്കുന്നു: ബുർജ് ഖലീഫ. മനുഷ്യനിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം. 163 നിലകളോടുകൂടിയ 828 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം 95 കിലോമീറ്റർ ദൂരെ നിന്നുവരെ കാണാൻ കഴിയും. 2010 ജനുവരിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിയോ ഫ്യൂച്ചറിസം എന്ന ആർക്കിടെക്ചറൽ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. UAE പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നിവരോടുള്ള ആദരസൂചകമായാണ് ബുർജ് ഖലീഫ എന്ന് പേരിട്ടത്. നിർമ്മാണ ഘട്ടത്തിൽ ഇതിൻ്റെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. ദുബായ് മാളിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ഒരു 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ആണിത്. ഞങ്ങൾ ബുർജ് ഖലീഫയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. ഓൺലൈനായി എടുത്ത ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് അകത്ത് പ്രവേശിക്കാനുള്ള ക്യൂവിൽ സ്ഥാനം പിടിച്ചു. സാമാന്യം നല്ല തിരക്കാണ്. ലോകത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെയുണ്ട്. ചുമരുകളിൽ LED ഡിസ്പ്ലേകളാണ്. ഇവയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്ററികൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ ലിഫ്റ്റിന് മുന്നിലെത്തി. ലിഫ്റ്റിന് പുറത്ത് ഫ്ലോറും ഉയരവും സമയവും ഡിജിറ്റലായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വേഗതയുടെ കാര്യത്തിൽ ലോകത്തിലെ 3-ാം സ്ഥാനമാണ് ഈ ലിഫ്റ്റിന്. മണിക്കൂറിൽ 36 കിലോമീറ്റർ. 124 നിലകൾ കയറാൻ ഏതാണ്ട് 1 മിനിറ്റ് മതി. ഞങ്ങൾ ലിഫ്റ്റിനകത്തേക്ക് കയറി. അത്ഭുതങ്ങൾ തീരുന്നില്ല. ലിഫ്റ്റിന് ഉൾവശം LED വാളുകളാണ്. പുറം കാഴ്ചകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഏതാണ്ട് 1 മിനിറ്റ് ഞങ്ങൾ 124-ാം നിലയിലെത്തി. ഇതുവരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. പ്രീമിയം ടിക്കറ്റ് എടുത്താൽ 148-ാം നില വരെ പോകാം. ആകെ 163 നിലകളാണ്. ഞങ്ങൾ 124-ലെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ഇറങ്ങി. ദുബായ് ടൗണിൻ്റെ സ്കൈ വ്യൂ ആണ് താഴെ. റോഡുകളും വാഹനങ്ങളും കെട്ടിടങ്ങളും കണ്ണെത്താ ദൂരത്തോളം. നൂറ്റി 124-ാം നിലയിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ കീഴടക്കിയതിനേക്കാൾ കൂടുതൽ ഇനിയുമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നു ഭീമൻ ബുർജ് ഖലീഫ. അടുത്ത ഒബ്സർവേറ്ററി ഡെക്ക് ഇനി 148-ാം നിലയിലാണ്.
കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന റോഡുകളും മേൽപ്പാലങ്ങളും, അവയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ശില്പഭംഗിയാർന്ന കെട്ടിടങ്ങൾ, മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ കടൽ തീരം. മുഴുവൻ ദൃശ്യഭംഗിയും പകർത്താൻ കഷ്ടപ്പെടുകയാണ് ഞാനും ക്യാമറയും. റോഡിൽ കാണുന്ന വർണ്ണങ്ങൾ ഏതെങ്കിലും കലാകാരൻ്റെ ഭാവനയിൽ വിടർന്ന പെയിൻറ്റിങ്ങുകളല്ല, മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. സമ്പത്തിൻ്റെ പ്രൗഢി പൂക്കളായും വർണ്ണങ്ങളായും പരിണമിച്ചിരിക്കുന്നു. ഇനി ഈ സ്പൈറൽ ഗോവണി കയറി 125-ാം നിലയിലേക്ക്. ഇവിടെ സോവനീറുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. 60-70 ദിർഹം മുതലാണ് വില. ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ 1500-1750 രൂപയാകും. അതോടെ വാങ്ങാനുള്ള ആഗ്രഹവും ഇല്ലാതാകും. ഇത് UAE സന്ദർശിക്കുന്ന ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ മാനസികാവസ്ഥ. ഞങ്ങൾ വീണ്ടും 124-ാം നിലയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ തറയിൽ നിന്നും 452 മീറ്റർ ഉയരത്തിലാണ്. താഴെ ഇറങ്ങാൻ ലിഫ്റ്റിലേക്ക്. ലിഫ്റ്റിൻ്റെ LED വാളുകളും സന്ദർശകരുടെ ക്യാമറകളും ഒരുപോലെ പ്രവർത്തനനിരതമായി. ഇനി ഇലൂമിനേഷൻ കാഴ്ചകൾ. ഇത് കാണാൻ ലോകം മുഴുവൻ ഇവിടെ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കാരണം ഇങ്ങനെയൊരു ഷോ ലോകത്തിൽ മറ്റെങ്ങുമില്ല. ഈ കൃത്രിമ തടാകത്തിലാണ് ഫൗണ്ടനുകൾ പ്രവർത്തിക്കുന്നത്. $6600 ലൈറ്റുകളും 50 പ്രൊജക്ടറുകളും ഉപയോഗിച്ചുള്ള ഈ ഫൗണ്ടൻ സംവിധാനത്തിന് വായുവിലൂടെ 150 മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം ചീറ്റാനുള്ള ശക്തിയുണ്ട്. പശ്ചാത്തലത്തിൽ പല ഭാഷകളിലായുള്ള സംഗീതവും. 800 മില്യൺ UAE ദിർഹമാണ് നിർമ്മാണ ചിലവ്. ഇന്നത്തെ നിലവാരമനുസരിച്ച് ഒരു ദിർഹം എന്നാൽ 22 രൂപ 70 പൈസ. ദുബായ് ഫൗണ്ടൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ബുർജ് ഖലീഫയുടെ LED പാനലുകളിൽ വിടരുന്ന വർണ്ണവിസ്മയങ്ങൾ വേറെ. ഇവയെല്ലാം ചേർന്നൊരുക്കുന്ന ദൃശ്യശ്രവ്യാനുഭവത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് തന്നെ മറ്റൊന്നുമുണ്ടാകുമെന്ന് തോന്നുന്നില്ല.
ജനുവരി 26-നാണ് ഞങ്ങൾ ഇവിടം സന്ദർശിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയോടുള്ള ആദരസൂചകമായി നമ്മുടെ ത്രിവർണ്ണ പതാകയും ഇവിടെ തെളിഞ്ഞത് ഞങ്ങളിൽ ആത്മഹർഷം വിടർത്തി. UAE ഗവൺമെൻറ്റിൻ്റെ ബഹുസ്വരതയ്ക്ക് അകമേ നന്ദിയും പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്കൊഴുകി ലോകത്തോടൊപ്പം.